അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ലാലേട്ടനെ കാണാനാണ്. അപ്പോൾ ലാലേട്ടനെ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയിക്കാം. ലാലേട്ടനെ കാണോ ഇല്ലെന്നൊന്നും അറിയില്ല. അത് നമ്മുടെ അവിടെ എത്തിയിട്ടുള്ള ഇത് വെച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്ലോഗിൽ നമ്മുടെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ലാലേട്ടനെ കാണും. ലാലേട്ടൻ കാണോ ഇല്ലേ ഒന്നും അറിയില്ല. അവിടെ എത്തിയിട്ട് നോക്കാം. ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. കമോൺ കേരള എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ കൂടെയുള്ള അഭിജിത്താണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ എന്തൊക്കെയാണ് പ്ലാന് അഭിജിത്ത് ഇന്നിവിടെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാലേട്ടനെ ഒന്ന് കാണണം. പക്ഷെ നിനക്ക് എന്താണ് നിന്റെ ഉദ്ദേശം? നടക്കോ? നടക്കണല്ലോ. മമ്മൂക്കാനെ കണ്ട സ്ഥിതിക്ക് മമ്മൂക്കാനെ നമ്മൾ കണ്ടു. അതെങ്ങനെയാ കണ്ടത്? അത് ഷെറാട്ടണിലാണ്. അതെങ്ങനെയാ കണ്ടത്? വഴി പറയോ? അത് ഇർഫാൻ ഖാന്റെ ഒരൊറ്റ പവർ. അങ്ങനെയൊന്നുമില്ല, പവർ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മള് ഇന്നും മോഹൻലാലിനെ കാണാന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം പോകുന്നത്. എനിക്ക് പവറൊന്നും ഇല്ല, അത് കിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ എക്സ്പോ സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ എക്സ്പോ സെന്റർ. അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലാലേട്ടന്റെ. ലാലേട്ടൻ കമോൺ കേരള. ഇതാണ് കമോൺ കേരള. ലാലേട്ടൻ പോസ്റ്റിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരിച്ചിരി സമയത്തിനുള്ളിൽ ഈ വേദിയിലുള്ളിൽ എത്തും. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വരവ്, ആ എൻട്രി, ആ ഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ളത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായും accompanied by the whole entourage of Gulf Madhyamam and our sponsors is on his way here. അറിയാം, ഇന്നത്തെ ട്രാഫിക്കും കാര്യങ്ങളുമായിട്ട് നമ്മൾ കുറേ പേര് നമ്മളിന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ പ്രണാമം. ഹാപ്പി. അപ്പോൾ ഗൈസ്, നമ്മൾ ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ ദൂരത്ത് നിന്നിട്ട് കുറച്ച് ദൂരത്തായിരുന്നു കണ്ടത്. VIP ടിക്കറ്റ് ആയിരുന്നു നമ്മുടെ. പക്ഷെ ലാലേട്ടനെ കാണാൻ പറ്റി. പക്ഷെ അങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ആ ആഗ്രഹം വെച്ചിട്ട് ലാലേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് ബുർജ് ഖലീഫയിലേക്ക് പോകാൻ പോവാണ്. ഞാനും അഭിജിത്തും. എന്താ വിധ ലാലേട്ടൻ കാണോ ഇല്ല? നമുക്ക് കാണണം. മാനിഫെസ്റ്റിംഗ് ഉണ്ട് അല്ലേ? മാനിഫെസ്റ്റ് ചെയ്തോളാം. അല്ല, മാനിഫെസ്റ്റ് ചെയ്തോളാം നമ്മൾ ലാലേട്ടൻ കണ്ടു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോയിൽ എൻഡിങ്ങിൽ എനിക്ക് എൻ്റെ ലാലേട്ടൻ വരുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോ ബുർജ് ഖലീഫയിലേക്ക് പോവാണ്. ബുർജ് ഖലീഫയിലേക്ക് പോവാണ് അല്ല അഭിജിത്ത? ബുർജ് ഖലീഫ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണില്ലടാ, അവിടെ എത്തണം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബിസിനസ് ബേയിലുള്ള ഏതാ ഹോട്ടൽ? മാമ ഷെൽട്ടർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇന്നെന്താ വെച്ചാൽ പ്രത്യേകമായ ഒരു ദിവസമാണ്. ലാലേട്ടനെ നമ്മളന്ന് എക്സ്പോന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മാമ ഷെൽട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിക്കാണ്. നടക്കില്ലെന്ന് അറിയില്ല, എന്നാലും ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നു. അന്ന് നമ്മൾ ബുർജ് ഖലീഫ വരെ പോയി ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ ലാലേട്ടനെ കാണാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാം. ഓർമ്മകളും വരും. ഇനിയും ആയിരക്കണക്കിന് മനോഹര നിമിഷങ്ങൾ സിനിമയുടെ വിജയ പരാജയങ്ങളിലേക്കാൾ സ്നേഹബന്ധം വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ലാലേട്ടനൊക്കെ കണ്ടു. നൈസായിട്ടൊരു ബോട്ട് യാത്രയ്ക്ക് വന്നാണ്. അപ്പോൾ ലാലേട്ടനുമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നമ്മൾ രണ്ടാളും പോയി കണ്ടിരുന്നു. നമ്മുടെ ആഗ്രഹം നമ്മൾ നടക്കുന്നു വിചാരിച്ചല്ല, പക്ഷെ നടന്നു. അല്ല, ചില ആഗ്രഹങ്ങൾ നമ്മൾ നടത്തിയിരിക്കും. അതായത് 3 ദിവസമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. ലാലേട്ടനെ ഏറ്റവും അവസാനം കണ്ടു ഗൈസ്, കണ്ടു. ലാലേട്ടനെ കണ്ടു. ആ ചെരിഞ്ഞ തോളിൽ ഞങ്ങൾ സ്പർശിച്ചു. ഞങ്ങൾ കൈ കൊടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് അന്വേഷണം പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, എല്ലാം വരുന്നതായിരിക്കും.